തന്ത്രങ്ങൾ കണ്ടിട്ട് ചിരിക്കണോ കരയണോ എന്ന് പോലും ഒരു പിടുത്തവും കിട്ടാറില്ല. ആർക്കും എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഉയരത്തിലേക്ക് ചിറകടിച്ചുയരുന്ന കോൺഗ്രസ്. ജനകീയതയ്ക്ക് പുതിയ വ്യാഖ്യാനവുമായി കേരള ബഡ്ജറ്റ്. ആഹാ അന്തസ്. അതായത് ഉത്തമ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തോമസ് ഐസക്കിന്റെ 80 രൂപയുടെ കോഴി അടുപ്പത്തിരിക്കുമ്പോഴാണ് കഴിഞ്ഞ ബജറ്റിലെ എല്ലാം കിട്ടിയ സന്തോഷം മലയാളി അയവിറക്കുന്നത്. ആ സന്തോഷം അതിര് കടക്കുമ്പോഴേക്കും മലയാളിയെ ആവേശത്തിലാക്കി അടുത്ത ബജറ്റിന്റെ വരവായി. പതിവ് പോലെ വാഗ്ദാനങ്ങൾ മാത്രമല്ല, അതിനൂതനമായ സാങ്കേതിക വിദ്യകളുമായിട്ടായിരുന്നു ബജറ്റ് അവതരിപ്പിക്കാൻ പുതിയ ധനകാര്യ മന്ത്രിയുടെ മാസ് എൻട്രി. സഹൃദയരെ, കലാസ്നേഹികളെ, അപ്പോൾ കലാപരിപാടികൾ ആരംഭിക്കുകയായി. ജനകീയത വർണ്ണിച്ചു തീർക്കാൻ കൂടുതൽ സമയം വേണ്ടി വരുന്നത് കൊണ്ട് മാസ്ക് അഴിച്ചോട്ടെ എന്ന ബാലേട്ടന്റെ വിനീതമായ അഭ്യർത്ഥന. ബഡ്ജറ്റ് പ്രസംഗം തുടങ്ങുന്നതിന് മുമ്പ് റിക്വസ്റ്റ് ആണ്. ഈ നമ്മൾ തമ്മിലുള്ള അകൽച്ച അങ്ങ് കുറച്ചതുകൊണ്ട് തന്നെ ഈ മാസ്ക് എടുത്തിട്ട് വായിക്കാൻ സമ്മതിക്കാൻ നന്നായിരുന്നു. കാരണം ഇത്രയും കുറച്ച് സമയം കൂടുതലുണ്ട്. അതുകൊണ്ട് ഒന്ന് അനുവദിക്കുമെങ്കിൽ. തൽക്കാലം അങ്ങേക്ക് മാസ്ക് ഇല്ലാതെ സംസാരിക്കും. താങ്ക് യു. സകൃതകൃതമായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. പാർലമെന്റിലെ ഡെസ്കിൽ കൊട്ടി ഡിപ്പാർട്ട്മെന്റിനെ രോമാഞ്ചം കൊള്ളിച്ചുകൊണ്ട് ബജറ്റിലെ നിർണായക പ്രഖ്യാപനത്തിന് നിയമസഭ സാക്ഷിയാവുകയാണ് സുഹൃത്തുക്കളെ. വാറ്റുചാരായത്തിൽ നിന്ന് സാനിറ്റൈസർ എന്ന പോലെ മരച്ചീനിയിൽ നിന്നും വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കുന്നതിനായി കിഴങ്ങ് ഗവേഷണ കേന്ദ്രത്തിന് 2 കോടി രൂപ വകയിരുത്തുന്നു എന്ന അതിനൂതനമായ സാങ്കേതിക വിദ്യ തന്നെയായിരുന്നു അത്. ഒരു പക്ഷേ ഈ വിപ്ലവ തുടക്കത്തിന് പ്രചോദനമായത് കോടിയേരി സഖാവിന്റെ ആ പഴയ വാക്കുകളായിരിക്കണം. സിപിഎമ്മിന്റെ നയം മദ്യവർജനമാണ്. ആരും മദ്യം ഉപയോഗിക്കരുത്. ഇതിനുവേണ്ടി ബോധവൽക്കരണവും പ്രവർത്തനവും നടത്തി മദ്യപാനികളില്ലാത്ത സമൂഹത്തെ സൃഷ്ടിക്കാനാണ് നാം പരിശ്രമിക്കുന്നത്. കോടിയേരി സഖാവിനോടുള്ള ബഹുമാന സൂചകമായി പിണറായി സഖാവും ഇതിന് സമാനമായ മൊഴിമുത്തുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കാണുന്നത് മദ്യവർജനമാണ് ഞങ്ങളുടെ നയമായി. UDF-നെ പോലെ അല്ലെങ്കിൽ കോൺഗ്രസിനെ പോലെ ഒരു കാപട്യ നയം ഞങ്ങൾക്കില്ല. എന്തായാലും ഈ ആശയധാര സാമ്പത്തിക മേഖലയ്ക്ക് വരുത്താൻ പോകുന്ന നേട്ടം ചെറുതൊന്നുമായിരിക്കില്ല. വീര്യം കുറവായതുകൊണ്ട് ആളുകൾ 1/2 ലിറ്റർ മദ്യം വാങ്ങുന്നിടത്ത് 1 ലിറ്റർ വാങ്ങേണ്ടി വരും എന്നതാണോ സാമ്പത്തിക മേഖലയ്ക്ക് നേട്ടം കൊണ്ടുവരിക എന്നും പറയാനാകില്ല. ഒരു പക്ഷേ ഇതിൽ നിന്നും പ്രചോദനം ഉൾക്കൊള്ളുന്ന ഗൃഹവാറ്റുകാരുടെ വീട്ടിലെ അവസ്ഥ ദേ ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഇനി വാറ്റുകപ്പ ഇതുപോലെ വാറ്റ് ബ്രാൻഡി എന്ന പേരിലും ഇറങ്ങാനും സാധ്യതയില്ലാതില്ല. മുതലാളിത്തവും കമ്മ്യൂണിസവും പ്രഥമ ദൃഷ്ട്യാ അകൽച്ചയിലായിരുന്നെങ്കിലും അവർ തമ്മിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്ന് വേണം കരുതാൻ. അതായത് ഉത്തമ, മദ്യം മുതലാളിത്തത്തിന്റെ ദൃഷ്ടിയും തൊഴിലാളി വർഗത്തിന്റെ നാശവുമാണെന്ന് പണ്ടാരോ പറഞ്ഞതാണ് ഇപ്പോൾ ഓർമ്മ വരുന്നത്. 2 ലക്ഷം രൂപ വിലയുള്ള ബൈക്കുകളുടെ നികുതി 1% ഉയർത്തിയും പഴയ വാഹനങ്ങളുടെ ഹരിത നികുതി 50% കൂട്ടിയും ഒപ്പം കർഷക സേവനയുടെ ഭാഗമായി ഭൂനികുതി ചെറുതായി ഒന്ന് വർദ്ധിപ്പിച്ചും മാതൃക കാട്ടിയ ബജറ്റ് സാധാരണക്കാർക്ക് മാത്രം സഞ്ചരിക്കാവുന്ന കാരവാന്റെ നികുതിയിൽ കുറവ് വരുത്തിയതോടെ തികച്ചും ജനകീയ ബജറ്റാണ് അവതരിപ്പിക്കപ്പെട്ടത് എന്ന പ്രസ്താവനയോട് പൂർണ്ണമായും നീതി പുലർത്തി. അല്ലെങ്കിൽ തന്നെ ഈ ആഡംബര ബൈക്കുകളിൽ നിന്ന് സാധാരണക്കാരുടെ വാഹനമായ കാരവാനിലേക്ക് മാറി ചിന്തിച്ചാൽ തീരാവുന്ന സാമ്പത്തിക പ്രശ്നമേ ഇന്ന് കേരളത്തിലുള്ളല്ലോ. ജനകീയതയുടെ പല അവസ്ഥാന്തരങ്ങളും കണ്ടിട്ടുണ്ട് എങ്കിലും ഇത്രയും ഭീകരമായ വേർഷൻ ഇതാദ്യമായിരിക്കും. ബജറ്റ് അവതരണം കേട്ട് കോരിത്തെരിച്ചിരുന്ന സതീഷേട്ടനോട് ബജറ്റിന്റെ കാര്യം ചോദിച്ചപ്പോഴുള്ള മറുപടി ദേ ഇങ്ങനെയായിരുന്നു. ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി അവതരിപ്പിച്ച ബജറ്റും നിലവിലെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സൂചകങ്ങളും തമ്മിൽ പരസ്പര ബന്ധമില്ല. യാഥാർത്ഥ്യബോധം തീരെയില്ലാത്ത ബഡ്ജറ്റാണ്. സതീഷേട്ടന് എതിരഭിപ്രായം ഉണ്ടെങ്കിലും നാളെ മുതൽ സമാധാനം പൂത്തലിക്കുമെന്ന ദൃഢപ്രതിജ്ഞയുമായി
ലോക സമാധാനത്തിന് 2 കോടി രൂപ നീക്കിവെച്ച സർക്കാരിന്റെ ആ മഹാമനസ് ആരും കാണാതെ പോകരുത്. 2022-23 സംസ്ഥാന ബജറ്റിലെ ആദ്യ പ്രഖ്യാപനം. ലോകമെമ്പാടുമുള്ള പ്രഗത്ഭരായ സമാധാന പ്രവർത്തകരെയും ചിന്തകരെയും സംഘടിപ്പിച്ചുകൊണ്ട് ഓൺലൈൻ ചർച്ചകളും സെമിനാറുകളും സംഘടിപ്പിക്കുന്നതിനും സമാധാന പ്രശ്നങ്ങൾക്ക് ശക്തി പകരുന്നതിനുമായി 2 കോടി രൂപ നീക്കിവെക്കുന്നു. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. ഓൺലൈൻ സെമിനാർ നടത്തി ലോക സമാധാനത്തിന് മുതൽക്കൂട്ടാവുക എന്ന വിപ്ലവ ചിന്തയ്ക്ക് 2 കോടി രൂപ നീക്കിവെച്ചത് സുവർണ ലിപികളിൽ എഴുതി ചേർക്കുന്ന കാലം വിദൂരമല്ല. ഒരു സംസ്ഥാനം മാത്രം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ തലയിൽ ഉദിക്കുന്ന ഇത്തരം വിശാല മനസ്കത ലോക സമാധാനത്തിൽ ചെങ്കൊടി പാർക്കുന്നതും കാത്ത് ആരാധകർ ടെൻഷൻ അടിച്ചു തുടങ്ങി. കേന്ദ്ര സർക്കാർ അപമാനിച്ചു വിട്ട സിൽവർ ലൈനിന് 2000 കോടി രൂപയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. അതോടെ ഒരു കാര്യം ഉറപ്പായി, സാക്ഷര കേരളം എത്ര എതിർത്താലും പദ്ധതിയായി തന്നെ മുൻപോട്ട് കൊണ്ടുപോയി കേരളത്തെ മുച്ചോട് മുടിപ്പിക്കുക എന്ന സഖാവിന്റെ സ്വപ്നം വിട്ടുകളയാൻ യാതൊരു ഉദ്ദേശവുമില്ല. തിരുവനന്തപുരത്ത് നിന്നും കാസർഗോഡേക്ക് അതിവേഗത്തിൽ പാഞ്ഞു വന്ന സിൽവർ ട്രെയിനുകൾ പകുതി വഴിയിൽ വെച്ച് തിരിച്ചുപോയി എന്ന് കരുതിയ മലയാളികൾക്ക് തെറ്റിയോ എന്നൊരു സംശയം. പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണ അനുമതി നൽകിയതോടെ അടുത്ത നിയമസഭാ യുദ്ധത്തിനും തീരുമാനമായി. മുമ്പ് സുധാകരൻ സാറ് സിൽവർ ലൈനിനെതിരെ യുദ്ധസന്നാഹവുമായി ഇറങ്ങുമെന്ന് പറഞ്ഞപ്പോൾ ആർക്കും വലിയ മൈൻഡൊന്നും ഉണ്ടായിരുന്നില്ല. സിൽവർ പദ്ധതി നടപ്പാക്കാൻ മുഖ്യമന്ത്രി വാശിയോടെ നീങ്ങിയാൽ അതിനെതിരെ യുദ്ധസന്നാഹത്തോടെ ഞങ്ങൾ നീങ്ങും. പോലീസിന്റെ സഹായത്തോടു കൂടി ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ശിങ്കിടികൾ ഉയർത്തിയിരിക്കുന്ന ഈ കുറ്റികൾ, ആ കുറ്റികൾ മുഴുവൻ ബഹുജനത്തിന്റെ പിന്തുണയോടുകൂടി പിഴുതെറിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇടതുപക്ഷത്തിന്റെ ശിങ്കടികൾ സ്ഥാപിക്കുന്ന കുറ്റികൾ പിഴുതെറിയുമെന്ന് പറഞ്ഞ സുധാകരേട്ടനെ സൈഡിലാക്കി പിഴുതെറിയൽ സമരം നടത്തിയാലും പദ്ധതിയായി മുൻപോട്ട് പോകുമെന്നായിരുന്നു അന്ന് സഖാവിന്റെ മറുപടി. ആരെടുത്താലും അത്തരം കാര്യങ്ങൾ നടപ്പാക്കുന്നത് ആ എതിർപ്പിന്റെ പ്രതീകമായി കല്ല് വീണൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു സമരമാണെന്ന് പറഞ്ഞാൽ അത് ഒരു അറിയാമെന്ന് മാത്രമേ ഉള്ളൂ. പദ്ധതിയായിട്ട് നടക്കുന്നത്. എന്താ അല്ലേ, കുറ്റി കുഴിച്ചിടാൻ ഒരു ടീം, കുഴിച്ചിട്ട കുറ്റികൾ പിഴുതെറിയാൻ വേറൊരു ടീം. ഇത്തരം അമാനുഷികമായ ആശയങ്ങൾ അഴിച്ചുവിടാൻ കേരളത്തിലുള്ള പാർട്ടികൾക്കല്ലാതെ മറ്റാർക്കാണ് കഴിയുക? അങ്ങനെ വ്യത്യസ്തമായ യുദ്ധമുറകളുമായി അന്ന് തിരികൊളുത്തിവിട്ട യുദ്ധത്തിന് വീണ്ടും അരങ്ങുയരുകയാണ്. കേരളയിൽ പദ്ധതിയുടെ ഭാഗമായി നടത്തിവരുന്ന പോലീസിന്റെ ഗുണ്ടാ സംരംഭത്തെ പ്രകീർത്തിച്ചാണ് PC വിഷ്ണുനാഥ് ചടങ്ങുകൾക്കുള്ള തുടക്കം കുറിച്ചത്. കേരള പോലീസ് കേരളയിലെ ആറാടുകയാണ് എന്നാണ് PC വിഷ്ണുനാഥിന്റെ വാദം. കേരളത്തിന്റെ പോലീസ് ആറാടുകയാണ് സാർ, അഴിഞ്ഞാടുകയാണ് സാർ. ഇവിടെ കേരളയിൽ ഫോൺ പോലെ കേരള പോലീസിന്റെ ഗുണ്ടായിസമാണ് സാർ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതേ സമയം മറുവശത്ത് നഷ്ടപ്പെട്ടു എന്ന് കരുതിയ കേരളയിലെ കഷ്ടപ്പെട്ട് തിരിച്ചു പിടിക്കുന്ന ദുഃഖത്തിലും സഖാവിന് പ്രതിപക്ഷത്തോട് ചിലത് ചോദിക്കാനുണ്ടായിരുന്നു. ഏത് കാലം തൊട്ടാണ് നിങ്ങൾക്ക് ഈ പദ്ധതിയോട് വിയോജിപ്പുണ്ടായത്? ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, ഞങ്ങൾക്ക് പിന്നെ ബോധ്യമായി ഇത് ഫീസിബിൾ അല്ലായിരുന്നു. എപ്പോഴായിരുന്നു ബോധ്യമായത്? നിങ്ങള് ഈ റെയിൽ മന്ത്രാലയവുമായി ജോയിന്റ് വെഞ്ചർ കമ്പനി രൂപീകരിക്കാനുള്ള MOU ഒപ്പിട്ട തീയതി ഏതാണെന്ന് ഓർമ്മയുണ്ട്? അവർക്കൊന്നും ഓർമ്മയില്ല സഖാവേ. സഖാവ് അങ്ങോട്ട് വായിച്ചു കൊടുക്ക്. അത് 2016 ജനുവരി 27. പിന്നല്ല, പിറകിലെ ഡെസ്കടി ടീമിന്റെ ആഹ്ലാദം കണ്ടാൽ അറിയാലോ സഖാവ് അടിച്ച തഗ്ഗിന്റെ പവർ. ഒരു സെക്കൻഡ്, അവിടെ സതീഷ് ഏട്ടന് എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നു. പറഞ്ഞത് 2016 ജനുവരിയിൽ MOU ഒപ്പിച്ചെന്നാണ്. അത് ഈ പ്രോജക്റ്റ് അല്ല സർ, അതിന് പകരമായിട്ടൊരു ഓൾട്ടർനേറ്റീവ് പ്രോജക്റ്റ് കൊണ്ടുവന്നെന്നും അങ്ങേക്ക് അറിയാമല്ലോ. സബർബൻ റെയിൽ അതിന് ചെങ്ങന്നൂർ വരെ ഉള്ള ആദ്യഘട്ടത്തിൽ നടത്താൻ വേണ്ടിയിട്ടുള്ള പ്രപ്പോസലാണ്. അത് നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ് റെയിൽവേയുമായിട്ടുള്ള MOU ഒപ്പിച്ചത്. അല്ലാതെ ബുള്ളറ്റ് ട്രെയിനോ സെമി ബുള്ളറ്റ് ട്രെയിനോ അല്ല. ആ പ്രോജക്റ്റ് ഞങ്ങൾ ഇപ്പോഴും ഗവൺമെന്റ് ഓൾട്ടർനേറ്റീവ് പ്രോജക്റ്റായി ആലോചിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ നിർദ്ദേശം. അങ്ങ് തെറ്റിദ്ധരിപ്പിക്കരുത്. ഓർമ്മയുണ്ടോ എന്ന് ഇനി സഖാവിനോട് തന്നെയാണോ ചോദിച്ചത്? അല്ലെങ്കിലും എഴുതി കൊടുക്കുന്നവർക്ക് എന്തെങ്കിലും എഴുതി കൊടുത്താൽ മതിയല്ലോ, വായിക്കുന്നവർക്കല്ലേ ബുദ്ധിമുട്ടറിയൂ. ഒരു നിമിഷത്തേക്ക് സഖാവ് നിശബ്ദനായി എങ്കിലും
വിട്ടുകൊടുക്കാൻ അനുയായികൾക്ക് മനസ്സ് വരുമോ? 10,000-കണക്കിന് വീടുകളും കെട്ടിടങ്ങളും തല്ലിപ്പൊളിക്കാൻ സർക്കാരിനേക്കാൾ കൂടുതൽ കാത്തിരിക്കുന്നത് ജനങ്ങളാണെന്ന് നഗ്ന സത്യം മനസ്സിലാക്കിയത് ജോബ് മൈക്കിളിന്റെ വാക്കുകളിലാണ്. സാർ, കേരളത്തിലെ ജനങ്ങളുടെ സ്വപ്ന പദ്ധതിയാണ് സാർ. കേരളത്തിലെ ജനങ്ങൾ ഇന്ന് ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്നത് കേരളത്തിലെ യാത്രാ സൗകര്യത്തിന് ബുദ്ധിമുട്ടാണ് സാർ. സതീഷ് ഏട്ടാ, ജനങ്ങൾ ഒന്നടങ്കം പ്രതിഷേധിക്കുന്നുവെങ്കിലും ജനങ്ങളുടെ സ്വപ്ന പദ്ധതിയാണ് കേരളയിൽ എന്നാണല്ലോ ശ്രീ മൈക്കിളിന്റെ അഭിപ്രായം. എന്നിട്ടും എന്തിനാണ് പാവനമായ ഈ പദ്ധതിയെ വീണ്ടും എതിർക്കുന്നത്? അതിന് എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട്. ലൂസായിട്ടുള്ള മണ്ണാണ് 90% കേരളത്തിൽ. ഇത് മറിഞ്ഞു വീഴും. അപ്പോൾ സാധാരണക്കാരന്റെ വീട് പോകുന്നു എന്നതിലുപരി ലൂസായ മണ്ണിലോടുന്ന ട്രെയിൻ മറിഞ്ഞു വീഴുന്നതാണ് കേരളയിൽ എതിർക്കാനുള്ള പ്രധാന കാരണം. ഈ ശാസ്ത്ര സത്യം അറിഞ്ഞ ദുഃഖത്തിലായ സർക്കാർ ഒരുപക്ഷെ പദ്ധതിയിൽ നിന്ന് പിന്മാറാനുള്ള സാധ്യത കാണുന്നുണ്ട്. അല്ലേ ഷംസീർ സാറേ? സിൽവർ ലൈൻ ആരെല്ലാം എതിർത്താലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ നടപ്പിലാക്കുമെന്ന് വളരെ വിനയത്തോടെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. സഖാവിന്റെ ഡയലോഗ് കടമെടുത്തിട്ടാണെങ്കിലും ഷംസീർ സഖാവ് നൽകിയ മറുപടിയിൽ ഈ ഡയലോഗ് അടുത്തിടെ എങ്ങും അവസാനിക്കാൻ പോകുന്നില്ല എന്ന കാര്യം ഉറപ്പായി. ഷംസീർ സഖാവിന്റെ വാക്കുകൾക്ക് വിട്ടുകൊടുക്കാതെ സ്പോട്ടിൽ തന്നെ MK മുനീറിന്റെ മറുപടിയും വന്നു. അതിനർത്ഥം നിങ്ങൾ വിചാരിക്കുന്നത് മുഴുവൻ ഇവിടെ ഞങ്ങളുടെ നെഞ്ചത്തുകൂടി നടത്താൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അങ്ങ് വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് ജീവിക്കുന്നത് എന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഒരു ഭാഗത്തു നിന്ന് വന്ന തള്ളലിനെ മറുഭാഗത്തെ തള്ളൽ കൊണ്ട് തടഞ്ഞു നിർത്തുന്നു എന്നതൊഴിച്ചാൽ കാര്യമായ പ്രത്യാഘാതങ്ങൾ ഒന്നും തന്നെ ഇല്ല. ഒടുവിൽ പ്രതിപക്ഷം ടാറ്റ ബൈ ബൈ പറഞ്ഞ് നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതോടെ സുപ്രധാന യുദ്ധം അവസാനിക്കുന്നു. മുമ്പ് കേരളയിൽ അനുഭാവികളെ കേന്ദ്ര സർക്കാർ കളിയാക്കി വിട്ടതിന്റെ ഓർമ്മ ദിനം ആഘോഷിക്കാനായിട്ടാണോ പ്രതിപക്ഷം അടിയന്തര പ്രമേയവുമായി വന്നത് എന്നതും സംശയിക്കേണ്ടിയിരിക്കുന്നു. കോൺഗ്രസ് സ്ഥാപക ദിനാചരണത്തിന്റെ ഭാഗമായി സോണിയാഗാന്ധി ഉയരത്തിലേക്ക് അയക്കുന്ന കോൺഗ്രസിന്റെ കൊടി പോയതിനും വേഗത്തിൽ സോണിയെ തേടി താഴേക്ക് വീണപ്പോൾ ആരും തന്നെ കരുതി കാണില്ല വരാൻ പോകുന്ന ട്രാജഡികളുടെ സൂചനയായിരുന്നു അതെന്ന്. കോൺഗ്രസ് മുക്ത ഭാരതം എന്ന മോദിജിയുടെ ചെറിയൊരു ആഗ്രഹം പറഞ്ഞാൽ അത് പറ്റില്ല എന്ന് പറയാൻ മഹാമനസ്കനായ രാഹുൽജിക്ക് കഴിയില്ലല്ലോ. മോദിജിയുടെ ആ നിസാര ആഗ്രഹം എന്ത് വില കൊടുത്ത് നേടിക്കൊടുക്കും എന്ന ദൃഢനിശ്ചയത്തിലാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ. ഒരു വശത്ത് ജനവിധിയിൽ കിളിപ്പാർന്നു നിൽക്കുന്ന ആം ആദ്മി പാർട്ടി ആണെങ്കിൽ മറുവശത്ത് പഞ്ചാബിൽ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ പഞ്ചാബിനെ കുറിച്ച് ഒരക്ഷരം മിണ്ടരുത് എന്നാകും കോൺഗ്രസിന്റെ മറുപടി. പഞ്ചാബും കൂടി നഷ്ടപ്പെട്ട ആനന്ദത്തിലിരിക്കുന്ന രാഹുൽജിയോട് ജനവിധിയെ കുറിച്ച് ചോദിച്ചാലോ? ഖത്തം, ബൈ ബൈ, ടാറ്റ, ഗുഡ് ബൈ, ഗയാ. കേരളത്തിൽ തൃശ്ശൂർ എടുക്കാൻ വരുന്നവരോട് തൃശ്ശൂർ അവിടെ വെച്ചിട്ട് പോകൂ എന്നാകും മറുപടിയെങ്കിൽ അങ്ങ് നോർത്ത് ഇന്ത്യയിലൊക്കെ പഞ്ചാബ് എടുക്കാൻ വരുന്നവരോട് അടുത്ത വർഷം വന്ന് രാജസ്ഥാൻ കൂടി എടുത്തിട്ട് പോകൂ എന്ന് പറയുന്നതാണ് കോൺഗ്രസിന്റെ നിലപാട്. കോൺഗ്രസിന്റെ ഈ ദാനശീലം പല രാഷ്ട്രീയ പാർട്ടികൾക്കും പ്രചോദനമാകും എന്നതിൽ സംശയമില്ല. ജനവിധി തേടിയ 5 സംസ്ഥാനങ്ങളിൽ വെറും 5 എണ്ണത്തിൽ മാത്രം ദയനീയ തോൽവി ഏറ്റുവാങ്ങി എന്ന കാര്യം ഒരു കാര്യമാക്കേണ്ട കാര്യമാണോ എന്ന കൺഫ്യൂഷനിലാണ് പ്രമുഖ പാർട്ടി ഇപ്പോൾ. തിരഞ്ഞെടുപ്പ് ദിവസത്തിന്റെ ആദ്യ മിനിറ്റുകളിൽ ഒരിക്കലും നടക്കാനാകാത്ത മനോഹര സ്വപ്നങ്ങളും കണ്ടുറങ്ങുന്ന കോൺഗ്രസ് അനുഭാവികളെ ആവേശത്തിലാക്കി അതാ വരുന്നു രാഹുൽജിയുടെ ട്വീറ്റ്. കണ്ണടച്ചാൽ ജനവിധിയും കഴിഞ്ഞ് ജനങ്ങൾ എടുത്തുയർത്തുന്ന കോൺഗ്രസിന്റെ രൂപം മാത്രം മനസ്സിൽ വരുന്ന ഹാങ് ഓവറിൽ എഴുന്നേറ്റിരുന്ന ഒരു പോസ്റ്റ് അങ്ങോട്ട് പോസ്റ്റ്. Fear is a choice. When we are scared of something, we are choosing to be scared of that thing. We consciously decide that we are going to be scared. സ്വന്തം വീഡിയോകളിലൂടെ തന്നെ പാർട്ടിക്കുള്ള മോട്ടിവേഷൻ മുടങ്ങാതെ കൊടുക്കുന്ന രാഹുൽജി അതിലെ ചില പ്രസക്ത ഭാഗങ്ങൾ കണ്ട് തന്നോട് തന്നെ ബഹുമാനം തോന്നി കുറച്ചു നേരം എഴുന്നേറ്റ് നിൽക്കാറുണ്ട് എന്ന് ട്രോളന്മാർ പറഞ്ഞാൽ അതിനെയും തള്ളിക്കളയാനാകില്ല. വോട്ടെണ്ണൽ അവസാനിക്കുന്ന ദിവസം വരെയും പ്രതീക്ഷ നൽകാൻ ആരാധകർക്ക് കഴിഞ്ഞു എന്നതിൽ മോട്ടിവേഷനും അഭിമാനിക്കാം. അങ്ങ് നോർത്ത് ഇന്ത്യയിൽ പൊട്ടുന്ന കോൺഗ്രസിന്റെ ശബ്ദം ഇങ്ങ് കേരളത്തിലും അലയടിക്കുന്നുണ്ടായിരുന്നു എന്നറിഞ്ഞത് വലിയഴിക്കൽ പാലത്തിന്റെ ഉദ്ഘാടന വേദിയിലായിരുന്നു. വരാൻ പോകുന്ന ട്രോളിന്റെ ആഘാതം അറിയാതെ പോയ രമേശ് ഏട്ടന്റെ ആ വാക്കുകളൊന്ന് കേട്ടു നോക്കൂ. ഈ നാടിന്റെ ഏറ്റവും വലിയ വികസന സ്വപ്നം ഇന്ന് പൂവണിയുകയാണ്.
വലതിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ കിട്ടിയ അവസരം സഖാവും വിട്ടുകളഞ്ഞില്ല. ഇന്ന് ഈ പാലമൊക്കെ ഉദ്ഘാടനം ചെയ്യുമ്പോൾ വലിയ സന്തോഷം, ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം അദ്ദേഹത്തിന് ലഭിച്ചു എന്ന് പറയുന്നത് നല്ല കാര്യമാണ്. പക്ഷേ എൻ്റെ കണക്കൂട്ടൽ പ്രകാരം ഇന്ന് അദ്ദേഹത്തിന് ഒരു ചെറിയ തോതിലുള്ള ദുർജനം കൂടിയാണ്. അത് വേറൊരു കാര്യമാണ്. അല്ല സഖാവേ, നോർത്ത് ഇന്ത്യയിൽ BJP ഉണ്ടാക്കിയ മുന്നേറ്റത്തിൽ കൃതാർത്ഥനായതുകൊണ്ടാണോ അങ്ങ് രമേശ് ചേട്ടന് മാത്രം ദുർദിനം ആശംസിച്ചത്? പണ്ടിവിടെ ഗാന്ധിജി ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് പോലെ പണ്ടിവിടെ കോൺഗ്രസ് എന്നൊരു പാർട്ടി ഉണ്ടായിരുന്നു എന്ന് വരും തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വരുമോ എന്നതാണ് ആരാധകരുടെ സംശയം. കോൺഗ്രസിന്റെ ഈ ഉയർച്ചയ്ക്ക് പിന്നിൽ കേരളത്തിൽ നിന്നും കാലത്തിനു മുമ്പേ സഞ്ചരിച്ച ഒരു പ്രവചന ശബ്ദം കൂടി ഉണ്ടായിരുന്നു എന്നത് വിസ്മരിക്കാനാകില്ല. കോൺഗ്രസിന്റെ കേരള ഘടകം കുഞ്ഞാലിക്കുട്ടി സാറിന്റെ വാക്കുകളായിരുന്നു അത്. കോൺഗ്രസ് നല്ല ട്രാക്കിലായി കഴിഞ്ഞു. കോൺഗ്രസ് ഒരു വലിയ ജനാധിപത്യ പാർട്ടിയാണ്. നിങ്ങളുടെ ലാൻഡിങ് പ്രോബ്ലം ഉണ്ടാകട്ടോ. ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രോബ്ലം ഇല്ല. ലാൻഡിലെ ജെർക്ക് മാത്രമല്ല, ആ ഒരു ജെർക്കിങ്ങേ ഉള്ളൂ. ഇപ്പൊ റെഡിയായി, ഇപ്പൊ പറക്കാൻ റെഡിയായി നിൽക്കുകയാണ്. ഒരക്ഷരം പോലും തെറ്റിയില്ല. അല്ലെങ്കിലും ചിലതൊക്കെ മുൻകൂട്ടി കാണാൻ ഒരു പ്രത്യേക വൈഭവം അദ്ദേഹത്തിന് ഉണ്ടായി എന്നത് അംഗീകരിക്കാതിരിക്കാൻ വയ്യ. ജനങ്ങൾക്ക് വേണ്ട വാഗ്ദാനങ്ങൾ മുടങ്ങാതെ കൊടുത്തിട്ടും ജനങ്ങൾ എന്താണ് ഉത്തമ നമ്മളോട് ഇങ്ങനെ പെരുമാറുന്നത് എന്ന ചിന്ത കോൺഗ്രസിൽ വീണ്ടും ഉടലെടുത്തോ എന്നറിയില്ല. പ്രതിപക്ഷം എന്ന മഹാപദവിയെ തന്നെ ഇന്ത്യയിൽ നിന്ന് ഓടിക്കുക എന്നതാണോ കോൺഗ്രസിന്റെ പുതിയ ലക്ഷ്യമെന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. അതാണോ രമേശ് ജി ഇനി കോൺഗ്രസിന്റെ ഉദ്ദേശം? അത് കൂടുതൽ ആത്മപരിശോധന നടത്തി കോൺഗ്രസ് ഇതിനെ അതിജീവിക്കും. ഒരു തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ ഇല്ലാതാകുന്ന പ്രസ്ഥാനമല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതുകൊണ്ട് ഈ പരാജയങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള നടപടികളായിരിക്കും ഉണ്ടാകുന്നത്. ഓരോ തവണ പൊട്ടുമ്പോഴും കോൺഗ്രസ് യുഗം അവസാനിച്ചു എന്ന് കരുതുന്നവർക്ക് എതിരെയുള്ള അതിശക്തമായ തള്ളലായി ഈ വാക്കുകളെ വിലയിരുത്താം. തോൽക്കുക, തള്ളുക, തോൽക്കുക, തള്ളുക, റിപ്പീറ്റ്. തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം സ്ഥാനാർത്ഥികളെ കൊണ്ട് വീടിന് പുറത്തിറങ്ങില്ല എന്ന് പ്രതിജ്ഞയെടുപ്പിക്കൽ, പ്രചരണം പൊലിപ്പിക്കാൻ പ്രത്യേക വിദേശ സന്ദർശനം, ഭൂരിപക്ഷം കൂട്ടാൻ സുപ്രധാന ഫലൂദ വ്ലോഗിംഗ് തുടങ്ങിയ തിരഞ്ഞെടുപ്പിന് വേണ്ട എല്ലാ അടിസ്ഥാന ആവശ്യങ്ങളും നിറവേറ്റിയിട്ടും എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന ചോദ്യം പ്രാധാന്യമർഹിക്കുന്നു. 80 കഴിഞ്ഞ യുവാക്കന്മാരുടെ ശക്തമായ നിരയുള്ളതാണോ കോൺഗ്രസിന്റെ ഈ കുതിപ്പിന് കാരണമെന്ന് ചോദിക്കുന്നവരുമുണ്ട്. അത്തരം യുവാക്കന്മാരുടെ അനുഭവ സമ്പത്തിനെ വെറുതെ തള്ളിക്കളയാനുമാകില്ല. ഇനി കേരളത്തിൽ AK ആന്റണി രാജ്യസഭയിലേക്ക് ഇല്ല എന്നത് കേട്ട ഉടനെ കയറും പൊട്ടിച്ച് സീറ്റ് പിടിക്കാൻ ഓടി വന്നതും ഇത്തരം അമ്മാവന്മാരാണ്. ഇനി അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ എന്റെ ഇത്ര വർഷക്കാലത്ത് പരിചയമുണ്ട്, ധാരാളം സുഹൃത്തുക്കളുണ്ട് ഡൽഹിയിൽ. അത് പാർട്ടിയെ പക്ഷത്തിലാണ്. ഞാനും അമ്മയും അനിയത്തിയും അപ്പൂപ്പനും അളിയനും മാത്രം മതി പാർട്ടിയെ മുൻപോട്ട് നയിക്കാൻ എന്ന വിശ്വാസവും ചില പാർട്ടികൾക്ക് ഇപ്പോഴും മുതൽക്കൂട്ടായിട്ടുണ്ട്. ഏതൊട്ട് സെഡ് വരെയുള്ള എല്ലാ ഗ്രൂപ്പുകളും പാർട്ടിയിൽ ഉള്ളത് കൊണ്ട് തന്നെ ഗ്രൂപ്പുകൾക്കിടാൻ പുതിയ അക്ഷരങ്ങൾ തേടി പോകുന്നതിന്റെ തിരക്കിന്റെ ഇടയിൽ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഒരു പക്ഷേ കഴിഞ്ഞു എന്ന് വരില്ല. സർവോപരി ഐക്യത്തിന്റെ പ്രതിരൂപമായ ഇത്തരം ഗ്രൂപ്പുകളുടെ തമ്മി തല്ലലുകളും പാർട്ടികളുടെ വൻ വിജയത്തിന് വഴിയൊരുക്കാറുണ്ട് എന്നതും പ്രമുഖ പാർട്ടി തന്നെ തെളിവാണ്. ഇനി സംഭവിക്കാൻ സാധ്യതയുള്ളത് ഒരു പ്രവാഹമാണ്. അത് ചെറിയൊരു അഭയാർത്ഥി പ്രവാഹം. 3-4 പേർ ചേർന്ന് സൈക്കിളിൽ കേരളത്തിലേക്ക് യാത്ര തിരിച്ചു എന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ രാഹുൽ സാർ മൻമോഹൻ ജിയെയും കൂട്ടി കുടുംബസമേതം വരുന്ന കാഴ്ച ദേ ഇങ്ങനെയായിരിക്കണം. രാഹുൽ സാറിന് വേണ്ടി ഒറ്റപ്പെട്ട് കിടക്കുന്ന ആ വയനാട് അവിടെ ഉണ്ടെന്ന് ആശ്വസിക്കാം. ബാക്കിയുള്ളവരെ ഇനി എവിടെ ഉൾപ്പെടുത്തുമെന്നതാണ് കണ്ടറിയേണ്ടത്. ഭീതി വേണ്ട തിരുവാതിരമതി എന്ന നാടകം കേരളത്തിൽ ഉണ്ടാക്കിയ തരംഗം ചെറുതൊന്നുമല്ല. പാലക്കാട് GST ഓഫീസിൽ തിരുവാതിരയുടെ സ്ഥാനം കോൽക്കളി കൈയടക്കി എന്ന വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഡ്യൂട്ടി സമയത്തെ നേരം പോക്കിന് കോൽക്കളിയേക്കാൾ നല്ല വിനോദം മറ്റെന്താണുള്ളത്? സാധാരണക്കാർ എന്തെങ്കിലും ആവശ്യവുമായി വന്നാൽ റേഷൻ കാർഡ് ആധാർ കാർഡുമായി ബന്ധിപ്പിക്കാൻ പറഞ്ഞ് അവരെ പഞ്ചായത്ത് മുഴുവൻ ഓടിക്കാനുള്ള ഊർജം കിട്ടുന്നത് ഒരുപക്ഷെ ഇത്തരം കോൽക്കളിയിൽ നിന്നാകാം. പാത്തൂരി വെൺകട്ടാലോചിച്ചാനേകമ്പർ വന്നാനേ അവൾക്ക് വളരെ പരിഷ്കാരനായൊരു മാപ്പിള ആകണമെന്നാണ്. ക്യാമറ കണ്ട ഉടനെ സ്തംഭിച്ചു പോയ കലാരൂപത്തിന്റെ വക്താക്കളെ കുറിച്ച് വാചാലനായ ഇദ്ദേഹത്തിന്റെ വാക്കുകൾ ഒന്ന് നോക്കൂ. ഓഫീസ് സമയങ്ങളിൽ
GSTയുമായി ബന്ധപ്പെട്ട നൂറുകണക്കിന് ഫയലുകളാണ് ഓഫീസിൽ തീർപ്പാകാതെ കെട്ടിക്കിടക്കുന്നത്. ആ ഫയലുകൾ തീർപ്പാക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരാണ് അവരുടെ ജോലി സമയത്ത് ജോലി ചെയ്യാൻ തയ്യാറാകാതെ കലാ പ്രാക്ടീസിന് വേണ്ടി സമയം മാറ്റിവെക്കുന്നത്. സാമൂഹ്യ പ്രവർത്തകർ കളക്ടർക്ക് പരാതി നൽകിയതോടെ മറ്റു മാർഗങ്ങൾ ഒന്നുമില്ലാത്തതിനാൽ കോൽക്കളിയുടെ സ്ഥാനം മാർഗംകളി കൈയടക്കാനും സാധ്യതയില്ലാതില്ല. അങ്ങനെ വി മുരളീധരേട്ടൻ പറയുന്നത് പോലെ അന്താരാഷ്ട്ര വിപണിയിലെ കുറവിന്റെ ഒരംശം ഇന്ധനവിലയിൽ കൂടി. കേട്ട പാതി കേൾക്കാത്ത പാതി ഞങ്ങൾക്ക് കൂടി എന്തെങ്കിലും ഒന്ന് കൂട്ടി തരണേ എന്ന് പറഞ്ഞ് സ്വകാര്യ ബസ് ഉടമകളും സർക്കാരിന്റെ അടുത്തേക്ക് കൂടി. ന്യായമായ ആവശ്യം അങ്ങ് നടത്തി കൊടുത്തൂടെ ആന്റണി സാറേ? ബസ് ഉടമകളുടെ ന്യായമായ ആവശ്യം പരിഹരിക്കാൻ നടപടികൾ കൈക്കൊള്ളുമെന്നാണ് എനിക്കിപ്പോ പറയാം. അല്ല സാറേ, പ്രധാനമായും ഉന്നയിച്ചിരിക്കുന്നത് വിദ്യാർത്ഥികളുടെ കൺസെഷന്റെ കാര്യമാണല്ലോ. വിദ്യാർത്ഥികളുടേത് ചാർജ് വർധനവാണ് അവർ പ്രധാനമായിട്ട് ഉന്നയിച്ചിരിക്കുന്നത്. കാരണം നമുക്കറിയാം, ഇന്ന് 2 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോ അത് കൊടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് പോലും ഒരു നാണക്കേടായി തീർന്നിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്ക് സാറേ. 2 രൂപ കൊടുത്ത് ബസ്സിൽ പോകുന്നതിലും വലിയ എന്ത് അപമാനമാണ് വിദ്യാർത്ഥികൾക്ക് വരാനുള്ളത്? 5 രൂപ കൊടുത്തിട്ട് വിദ്യാർത്ഥികൾ ബാക്കി വാങ്ങാറില്ല എന്ന തിരിച്ചറിവ് വിദ്യാർത്ഥികൾക്കുണ്ടാക്കാൻ ആന്റണി സാറിന്റെ വാക്കുകൾ തന്നെ വേണ്ടി വന്നു. 2 രൂപയ്ക്ക് കൺസെഷൻ വാങ്ങുന്നത് വിദ്യാർത്ഥികൾക്ക് അപമാനമാണെങ്കിൽ സെക്രട്ടേറിയറ്റിലെ ക്യാൻറ്റീനിൽ നിന്നും ജനങ്ങളുടെ നികുതി പണം കൊണ്ട് 1 രൂപയ്ക്ക് ചായ വാങ്ങി കുടിക്കുന്നത് അഭിമാനമാണോ എന്നാണ് ട്രോളന്മാരുടെ ചോദ്യം. അപ്പോൾ ഇതിനെ സംബന്ധിച്ചും ചർച്ചകളൊന്നും നടക്കുന്നില്ലേ സാറേ? അല്ല, അത് പിന്നെ ഇപ്പൊ ചർച്ച ചെയ്യേണ്ട വിഷയമല്ലേ. ചർച്ചകൾ നടത്തുന്നതിന്റെ പേരിലുള്ള ചർച്ചകളും അതിന്റെ തുടർ ചർച്ചകളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് സാർ പറയുന്നത്. ഇത്രമാത്രം ചർച്ചകൾ നടത്തുന്നതിൽ നിന്ന് തന്നെ കാര്യത്തിന്റെ ഗൗരവം ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. ഈ ചർച്ചകളൊക്കെ നടത്താൻ വല്ല ഉദ്ദേശവുമുണ്ടോ? തുടർ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറെ നാളുകളായിട്ട് അവരുമായിട്ടുള്ള ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഫലമായിട്ട് തുടർ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ആവശ്യം ന്യായമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ദിവസം കൂടുന്തോറും ഈ വിഷയത്തിലുള്ള ചർച്ചകളുടെ എണ്ണത്തിലും കാര്യമായ വർധനവാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിലും ഭേദം ആ ഇന്ധനവില വർദ്ധിക്കുന്നത് തന്നെയായിരുന്നു. സാറേ, അവരുടെ ന്യായമായ ആവശ്യമാണെങ്കിൽ വിദ്യാർത്ഥികളുടേതോ? ആന്റണി സാറേ, ഈ KSUവിന്റെ സമര പ്രഖ്യാപനമൊക്കെ ഇടയ്ക്ക് ഉയർന്നു വരുന്നതായി കേൾക്കുന്നുണ്ടല്ലോ. KSUവിനെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയം ഉണ്ടല്ലോ. വിദ്യാർത്ഥികളുടെ നിരക്ക് ഇരട്ടിയായി വർദ്ധിപ്പിച്ചത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിൽ ഏറ്റവും ഒടുവിൽ ഞങ്ങളല്ലല്ലോ വർദ്ധിപ്പിച്ചത്. അപ്പോൾ ഈ 2 രൂപയുടെ നാണക്കേട് വിദ്യാർത്ഥികളിൽ നിന്ന് മാറ്റാനുള്ള നടപടിയൊന്നും ഇല്ലേ? അല്ല, ഞാൻ എന്റെ ആ മുഴുവനായ സ്റ്റേറ്റ്മെന്റ് എടുത്ത് വായിച്ചാൽ നാണക്കേട് ഉണ്ടാകില്ല. അയ്യോ സാറേ, ഒന്നുകൂടി ഒന്ന് ഓർത്തു നോക്കിയേ. സാർ പറഞ്ഞില്ലേ, ഒരു പക്ഷെ ഓർമ്മക്കുറവുണ്ടാകാം. കാരണം നമുക്കറിയാം, ഇന്ന് 2 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോ അത് കൊടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് പോലും ഒരു നാണക്കേടായി തീർന്നിരിക്കുകയാണ്. കാരണം അവര് പോലും ഇപ്പൊ 5 രൂപ കൊടുത്തിട്ട് ബാക്കി വാങ്ങിക്കാറില്ല എന്നാ പറയുന്നത്. കേരളത്തിന്റെ കാലാവസ്ഥയുടെ ആണോ എന്നറിയില്ല. ഇന്ധനവില കൂടുന്ന സമയത്ത് ബസ് ചാർജ് കൂടുന്നത് പോലെ ഈ കുറയുന്ന സമയത്തൊന്നും ബസ് ചാർജ് കുറയുന്ന കാണുന്നില്ല. എന്തായാലും ട്രോളന്മാർ ഏറ്റെടുത്ത ഗതാഗത മന്ത്രിയുടെ വാക്കുകൾക്കെതിരെ സ്വന്തം ആശയത്തിന്റെ പുതിയ തലമുറയായ SFI തന്നെ എതിർത്തതോടെ സംഭവം പൂർത്തിയായി. വാർത്തകൾക്കുള്ളിലെ ട്രോളുമായി വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ ടാറ്റ. അതായത് അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം.